ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് ഓഫ് പ്രിയ. അപ്പം ഇന്ന് നമ്മൾ എപ്പോഴും യങ് ആൻഡ് എനർജറ്റിക് അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ടിപ്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു 4 കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലൈഫിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട 4 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ കുറയ്ക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട 4 കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് വൈറ്റ് റൈസ് ആണ്, വെളുത്ത അരി ഉണ്ടല്ലോ അത്, പിന്നെ പഞ്ചസാര, അതുപോലെ തന്നെ ഉപ്പ്, പിന്നുള്ളത് മൈദ. അപ്പോൾ നമുക്കറിയാം ഉപ്പ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല, പക്ഷെ നമ്മളത് പരമാവധി കൺട്രോൾ ചെയ്ത് നിർത്തുക. പിന്നെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട 4 കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ നമ്മൾ ഭക്ഷണത്തിലൊക്കെ കൂടുതലായിട്ട് പച്ചിലകളും പച്ചക്കറികളും പഴങ്ങളും നട്ട്സ് ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പം ഇതൊക്കെ ഈ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ അതിൻ്റെ മാറ്റം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. പിന്നെയുള്ളൊരു 3 കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ മറക്കേണ്ട, അതായത് ഓർക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യം. അതിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ വയസ്സാണ്. അതായത് ഓരോ വർഷം കഴിയും തോറും നമ്മളെ വയസ്സിനെ കുറിച്ചിട്ട് ആകുലപ്പെടാറുണ്ടല്ലേ ഓരോ ആളുകളും. പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് നമ്മുടെ പക. അതായത് നമ്മൾ മുമ്പ് ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് റിവെഞ്ച് എടുക്കാനായിട്ട് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പം ആ റിവെഞ്ചിനെ കുറിച്ച് ഓർത്തിട്ട് ലൈഫ് സ്പോയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഫുൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പിന്നെയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ്, നമ്മുടെ കഴിഞ്ഞു പോയ കാലത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഏജ് വരെ നമുക്കൊന്നും ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ മാക്സിമം ലൈഫിൽ നിന്ന് നമ്മൾ ഓർക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്ന് ഏജ്, അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റ്, പിന്നെ പക, അതായത് റിവെഞ്ച്. ഈ 3 കാര്യം മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പോസിറ്റീവ് തോട്ട്സ്. അത് എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഫുള്ള് നെഗറ്റീവ്സ് മാത്രം കാണാതെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ളത് നമുക്ക് യഥാർത്ഥ സുഹൃത്തുക്കൾ. അതായത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ചില ആൾക്ക് യഥാർത്ഥമായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കില്ല. അതായത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ സുഹൃത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു പോകും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല കുടുംബ ബന്ധങ്ങൾ, അതായത് നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നല്ല കുടുംബ ബന്ധങ്ങളും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ. അതായത് കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ പോസിറ്റീവ് തോട്ട്സ്, അതുപോലെ യഥാർത്ഥ സുഹൃത്തുക്കൾ. പിന്നെയുള്ള ഒരു 4 കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു 4 കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ചിരിക്കുക. വെറുതെ ഒന്നും ചിരിക്കുകയല്ല, വെറുതെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തോ ചെറിയ സംതിങ് പ്രോബ്ലം ഉണ്ടെന്നേ വിചാരിക്കുള്ളൂ. അതായത് ചിരിക്കാൻ കിട്ടുന്ന നല്ല അവസരങ്ങൾ നമ്മൾ മാക്സിമം ചിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ വ്യായാമം, എക്സസൈസ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളുകളുടെ ഹെൽത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ തടി മെയിൻറ്റെയിൻ ചെയ്യുക. അവരുടെ ഹൈറ്റിനും അതുപോലെ ഹെൽത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള ബോഡി വെയ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഉപവസിക്കുക. അതായത് ഒരു ഫുൾ ഡേ ഉപവസിച്ചിട്ടില്ല വെച്ചെങ്കിലും ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമിങ്ങിൽ നമ്മൾ ഉപവാസം എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അത് വലിയൊരു മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവവിശ്വാസം ഉണ്ടാവണം നമുക്ക്. അതായത് ചില ആളുകൾ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പം മാത്രം, അവർക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് മാത്രം ദൈവത്തെ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അതായത് ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാരണം കിട്ടുന്നത് വരെ കാത്തിരിക്കാതിരിക്കുക. അതായത് ദൈവവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളോടൊക്കെ പെരുമാറാൻ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാറ്റം വലിയൊരു മാറ്റം തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്.
പിന്നെ ചില ആളുകളുണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു വഴിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളോട് സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ മറ്റുള്ളവർ എന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കും എന്ന് ചിന്തിച്ചിട്ട് ഫുള്ള് ബ്ലാങ്ക് ആക്കി വെക്കുന്ന ആളുകളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാതിരിക്കുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ഒരു തരത്തിലും ബാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നേരിട്ടിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്താ പറയുക, വെറുതെ പോയ വയ്യാവേലി എടുത്തിട്ട് തോളത്ത് വെച്ച് എന്നൊക്കെ പറയില്ലേ, അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസിലൊന്നും ഇടപെടാതിരിക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ക്ഷമിക്കാനായിട്ട് പഠിക്കുക. അതായത് മറ്റവരോട് ക്ഷമിക്കാനായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരോടും ദേഷ്യം വെച്ച് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് യാതൊരുവിധ കാര്യം ലൈഫിൽ കിട്ടാനില്ല. അപ്പം ക്ഷമാശീലം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ചിട്ട് ഓർക്കാതിരിക്കാനായിട്ട് നോക്കുക. അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് തല പുണ്ണാക്കിയിട്ടും അല്ലെങ്കിൽ അതിൽ എന്താ പറയുക ദേഷ്യമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ ലൈഫിനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുക. അപ്പം ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളെ ഇഷ്ടമുള്ളവരെയും നമുക്കിഷ്ടമുള്ള ആളുകളെ കുറിച്ചിട്ടും കൂടുതലായിട്ട് ചിന്തിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറ്റങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഒരുപാട് കുറ്റങ്ങളുണ്ട്, അത് അവർ ചെയ്യുന്നതിനും ഇവർ ചെയ്യുന്നതിനും ഒക്കെ കുറ്റം കണ്ടുപിടിച്ചിട്ട് വെറുതെ ആ കുറ്റങ്ങൾക്ക് പുറകെ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കാനും ആ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ പരമാവധി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് മാക്സിമം ചെയ്തു കൊടുക്കാനും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടും യങ് ആയിട്ടും എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഹെൽത്തി ആയിട്ടും കൂടി ഇരിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയാസാണ് എനിക്ക് തോന്നിയിട്ടുള്ള. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങളെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പറ്റുവെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യാനായിട്ടും കൂടെ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.